ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസവും എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ചാരിതാർത്ഥ്യവും അഭിമാനവുമുള്ള ഒരു ദിവസവും കൂടിയാണ്. സ്നേഹഭവൻ എന്ന ഈ സ്ഥാപനം ഫാദർ വർഗീസ് മേനാച്ചേരിയുടെ ബോധ്യത്തിൽ നിന്ന് ഉത്ഭവമെടുത്തു എന്ന് തന്നെ പറയേണ്ട ഒരു കാര്യമാണ്. ഫാദർ വർഗീസ് മേനാച്ചേരി എന്ന വൈദികൻ അന്ന് ഇവിടെ പ്രവർത്തിച്ച് ഇല്ലായിരുന്നെങ്കിൽ ഈ 50 വർഷക്കാലം കൊണ്ട് ഏകദേശം 10,000 കണക്കിന് വിദ്യാർത്ഥികൾ ഈ ഒരു സ്ഥാപനത്തിലൂടെ കടന്നു പോകുമോ ഇല്ലയോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരവസരവും എന്നാൽ കടന്നു പോയതിൽ അഭിമാനം കൊള്ളുന്ന ഒരു നിമിഷവുമാണിത്. വളരെ സന്തോഷം നിറഞ്ഞ ഒരു വേദിയിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന നിലയ്ക്ക്, പൂർവ്വ വിദ്യാർത്ഥികളുടെ പ്രസിഡൻ്റ് എന്ന നിലയ്ക്ക് എനിക്ക് വളരെ അഭിമാനമുണ്ട്. ഞാനിവിടെ നിന്ന് വളർന്നു പോയത്, എന്നെ ഇവിടെ വളർത്തിയ നിരവധിയായ അച്ഛന്മാരും ബ്രദേഴ്സും, അതുപോലെ തന്നെ ഞാൻ പഠിച്ച കോൺവെൻറ്റ് സലേഷൻസ് കോൺവെൻറ്റിലും ഞാൻ പഠിച്ചിട്ടുണ്ട്. അവിടെ എന്നെ സഹായിച്ച സിസ്റ്റേഴ്സ് പലരും ഉണ്ട്. അവിടെ ഞാൻ ടീച്ചറായിട്ടും വർക്ക് ചെയ്തു. ഞാൻ ജനിച്ച പള്ളുരുത്തി റിലീസ് സെറ്റിൽമെൻ്റ് എന്ന് പറഞ്ഞ ആ സ്ഥാപനത്തിൽ ഞാൻ ജനിച്ചതെങ്കിലും അവിടെയും എനിക്ക് ഒരു ടീച്ചറായി ജോലി ചെയ്യാൻ അവസരം കിട്ടി. ഇത് വളരെ സന്തോഷമുള്ള ഒരു ദിവസം. അത് ഈ ഒരു സ്ഥാപനത്തിൽ ഞാൻ എത്തിപ്പെട്ടു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് എനിക്കിതെല്ലാം സാധിച്ചത്. ഇന്നൊരു നല്ലൊരു കുടുംബജീവിതം നയിക്കുന്നു. അതിനും എന്നെ സഹായിച്ചത് ഡോൺ ബോസ്കോ സ്നേഹഭവൻ പ്രോജക്റ്റിലൂടെ നമ്മളെ പഠിപ്പിച്ച, നമുക്ക് തന്ന മൂല്യങ്ങളും നമ്മളെ വളർത്തിയ ആ ചിട്ടകളും എല്ലാം നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും കിട്ടുന്നതിൽ അധികമായിട്ട് നമുക്ക് ഇവിടെ ഈ സ്ഥാപനത്തിലൂടെ കടന്നു പോകുമ്പോൾ കിട്ടുന്നുണ്ട്. നമ്മുടെ ഈ ഡോക്യുമെൻ്ററിയിൽ ആദ്യം തന്നെ പറയുന്ന ഒരു വാക്കുണ്ട്. ആ വാക്ക് ചെറുപ്പകാലങ്ങളിൽ നമുക്കതൊരു ഉൾക്കൊള്ളുവാൻ പറ്റുന്ന ഒരു കാര്യം, പക്ഷേ മുതിർന്നു കഴിഞ്ഞപ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം അത് അങ്ങനെ ഉപയോഗിക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പല പ്രാവശ്യം. കാരണം അതിലെപ്പോഴും പറയുന്ന ഒരു വാക്കാണ്, ഇവർ അനാഥരായ മക്കൾക്ക് വേണ്ടി തുടങ്ങുന്നു എന്ന് പറയുന്നതാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണ്, അനാഥബാല്യം എന്നൊരു വാക്ക് സ്നേഹഭവൻ ഡോൺ ബോസ്കോ പ്രോജക്റ്റിലൂടെ കടന്നുപോയ ഒരു വ്യക്തിക്കും എടുത്തു പറയാൻ പറ്റാൻ പാടില്ല എന്ന് തന്നെയാണ്. കാരണം നമ്മൾ ഈ സ്ഥാപനത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, ഈ സ്ഥാപനത്തിൽ കടിച്ചു വളർന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ അനാഥരായിട്ട് ജീവിക്കുന്നില്ല. നമ്മളൊരു കുടുംബത്തിൽ ജീവിക്കുന്നതിനെക്കാട്ടിയും അതിമനോഹരമായിട്ടുള്ള ജീവിതമാണ് നമ്മളെ ഈ പ്രോജക്റ്റിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ സ്ഥാപനത്തിലൂടെ കടന്നുപോയ ഓരോ വ്യക്തികളും അനാഥരാണ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം കുറേ നാൾക്ക് മുമ്പ് കിട്ടിയൊരു ചിന്തയാണ്. ആ ചിന്ത അങ്ങനെ പറയാൻ കിട്ടിയത് വളരെ സന്തോഷം. അങ്ങനെ അനാഥരാണ് എന്നുള്ള തോന്നൽ നമ്മളിവിടെ നിന്നും എടുത്തു മാറ്റേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഈ ജൂബിലി ആഘോഷം ഇത്രയും മനോഹരമായ ഒരു വർഷത്തെ ആഘോഷവേളയിലേക്ക് കടന്നിരിക്കുന്ന അവസരത്തിൽ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, നമ്മുടെ സലേഷൻ സഹകാരികൾ, കോപ്പറേറ്റേഴ്സ്, നമ്മുടെ വെൽവിഷേഴ്സ് എല്ലാവരെയും ഈ അവസരത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടന പ്രസിഡന്റ് എന്ന നിലയിൽ പ്രത്യേകം ഓർക്കുന്നു. 1974 മുതൽ ഈ 50 വർഷക്കാലം പിന്നിടുമ്പോൾ ഇതിനു വഴി നമ്മളെ സഹായിച്ച എല്ലാവരെയും ഈ മനസ്സിലൂടെ ഓർത്ത് അവർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ഇപ്പോൾ നിലവിൽ നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട വൈദികരും പ്രൊഫഷണലും എല്ലാവർക്കും ഈ അവസരത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ പ്രസിഡന്റ് എന്ന നിലയിൽ പ്രത്യേകം നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.